ഇത്രയും വൈകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചേട്ടനോടൊന്ന് പറഞ്ഞിട്ട് വരായിരുന്നു. വരണ്ടായിരുന്നല്ലോ. ചേട്ടൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? വായ തുറന്ന അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്കയാളെ കാണുന്നതന്നെ അലർജിയാ. എന്തിനാ എപ്പോഴും ഇങ്ങനെ ചേട്ടനെ കുറ്റം പറയുന്നത്? ചേട്ടന് എന്താ ഒരു കുഴപ്പം? സിഗരറ്റ് വലിയോ മദ്യപാനമോ ഒന്നുമില്ല ചേട്ടന്. സച്ച് എ നൈസ് പേഴ്സൺ. ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനെയൊന്നും പറയരുത്. അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തെങ്കിലും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയോ, ഒരിക്കൽ മദ്രാസിൽ വെച്ച് അച്ഛൻ കടം വാങ്ങിയ പലിശക്കാരൻ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി. അതറിഞ്ഞ ഉടനെ ചേട്ടൻ ആ കടം വീട്ടി. 1-2 അല്ല ജീവ, 1,00,000 രൂപയാ. ആരാ ചെയ്യാ അങ്ങനെ? ഭാര്യ മരിച്ചിട്ട് 6 മാസമായി. നിർബന്ധിച്ചിട്ട് പോലും 2ാം വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. എങ്ങനെ സമ്മതിക്കാ? അയാൾക്ക് നിന്നെയല്ലേ നോട്ടം. വേണ്ടാത്ത പറയരുത്. എല്ലാരും വിശ്വസിക്കുന്നത് എന്റെ സ്വഭാവം, സംശയിക്കുന്ന നിങ്ങളുടെ സ്വഭാവം. നീ ഇത്രയും പൊഴുത്തി പറയുന്നില്ല നിന്റെ ചേട്ടനെ. ഇന്ന് ഒരു ദിവസമെങ്കിലും നമ്മളെ സ്വസ്ഥമായിട്ടിരിക്കാൻ നിന്റെ ചേട്ടൻ അനുവദിക്കോ നോക്ക്. അനുവദിച്ച ചേട്ടൻ നല്ലവനാണെന്ന് സമ്മതിക്കോ? വരട്ടെ, നോക്കാം. മാഡം, ഒരു ബാഡ് ന്യൂസ്. സാർ നിങ്ങളെ കയ്യോടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. കുഞ്ഞിന് വളരെ സീരിയസാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, बच्चे को डॉक्टर ये इंजेक्शन देना बोला है. अच्छा? എന്തിനാ ഇപ്പോൾ ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കാനായിട്ട് നീ ഇങ്ങോട്ട് വന്നത്? ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം. ഇത് നിന്റെ ചേച്ചി പ്രസവിച്ച കുഞ്ഞല്ലേ? അതിനെ നോക്കേണ്ട തലയിലെഴുത്തൊന്നും തൽക്കാലം നിനക്കില്ലല്ലോ. നിന്റെ കാമുകനെ ഡൽഹിയിലേക്ക് വരുത്തണം, അവൻ്റെ കൂടെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കണം. അതല്ലേ നിന്റെ ആഗ്രഹം? നാശം. എൻ്റെ സ്വസ്ഥത കളയാനായിട്ട് വന്ന് ജനിച്ചിരിക്കുന്നു. എനിക്ക് ആ ചെറുക്കനെ ഇഷ്ടമല്ല. നീ അവൻ്റെ കൂടെ നടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അല്പമെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോ? യമുനെ, ഞാൻ അവസാനമായിട്ട് പറയാം, നിനക്ക് സത്യത്തിൽ മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് അതിനെ നന്നായി ശ്രദ്ധിക്കുക, അതിൻ്റെ അമ്മയെപ്പോലെ. പറയേണ്ടത് ഞാൻ പറഞ്ഞു, ഇനി കേൾക്കേണ്ടത് നിന്റെ ഇഷ്ടം. സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കില്ലെങ്കിൽ എവിടെങ്കിലും പോയി തൊലേ. ആ, എങ്ങനെയാ കുഞ്ഞ് മഴ നനഞ്ഞെന്നറിയില്ല. 102 ഡിഗ്രി ഉണ്ട്. കുഞ്ഞിന് സുഖമില്ലാതായപ്പോൾ വല്ലാതെ ടെൻഷനായി. എനിക്ക് നീയല്ലാതെ ആരാ ഉള്ളത്? അതാ ഉടനെ വിളിപ്പിച്ചത്. ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിന്റെ അച്ഛന് ജീവിയെ തീരെ ഇഷ്ടമുള്ളതായത്. സത്യത്തിൽ എനിക്കതിൽ വിഷമമുണ്ട്. നീ വീട്ടിൽ പോയിക്കോ. കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം. पियो अबे साले पियो. മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് ഇത് കുടിക്കാനാ പറഞ്ഞേ. पिलाओ इसको.
अरे चोर पकड़ो पकड़ो। എന്തിനാണ് പേടിച്ചോടുന്നത്? സോണിയാഗാന്ധിയുടെ വീട് ഈ റോഡിലാണ് ഉള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ഇതുവഴിയാണോ പോകുന്നത്? അത് വേറെ റൂട്ടല്ലേ? അത് വേറെ റൂട്ടാണ്. അൾജീരിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടി ആ റോഡ് ക്ലോസ് ചെയ്തിരിക്കുക. അതാ ഈ വഴി വന്നത്. ഓ മൈ ഗോഡ്. യമുന ഒന്ന് പിടിച്ചേ. അയ്യോ ജീവ, അമ്മ ഒന്ന് മാറ്. ഓവറായി മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എവിടെ പോകുന്നു അച്ഛാ? ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ. പിന്നെന്താ? എന്തുപറ്റി? അച്ഛ പാല് കുടിക്കച്ച. എനിക്കൊരു കുന്തോ വേണ്ട. ഇവളെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതിന് മാത്രം എന്താ തെറ്റാ ഞാൻ ചെയ്തത്? മോനെ, ഇനി എന്നോട് സംസാരിക്കരുതെന്ന് അവളോട് പറഞ്ഞേക്ക്. അവൾ മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു കള്ളുകൂടിയൻ റോഡിൽ ബോധമില്ല കിടന്നിട്ട് അവനെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നു. ഒരാളെ കണ്ടാൽ മതി അവൻ നല്ലവനാണോ അല്ലയോ എന്ന് എനിക്ക് ഉടനെ മനസ്സിലാക്കാൻ പറ്റും. അത് ദൈവം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. അന്ന് ഹോട്ടലിലാ ചെറുക്കൻ എന്താ ചെയ്തത്? മോനും കണ്ടതല്ലേ? എന്ത് വൃത്തികേടാ അവൻ കാട്ടിക്കൂട്ടിയത്. അന്ന് ഞാൻ തീരുമാനിച്ചതാ, അയ്യയ്യേ ഇത് ശരിയാവില്ലെന്ന്. എന്നിട്ടോ അവന് താൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത് തിരിച്ചു പോകാൻ പറഞ്ഞു. പോയോ അവൻ? എന്താ ചെയ്തത്? കുടിച്ച് ബോധമില്ല നടു റോഡിൽ വീണ് കിടക്കുന്നു. ഇവനൊക്കെ എവിടുന്ന് നന്നാവാൻ തോന്നുന്നുണ്ടോ? അവൻ ഇഷ്ടമാണെന്ന് ഇവൾ ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും എതിര് പറഞ്ഞോ? അവൻ നല്ല പയ്യനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം തന്നെ ഇവളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തേനെ. അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇവളെ ചതിക്കുഴിയിലേക്ക് തള്ളിയിടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവസാനമായിട്ട് പറയാ, ഞാൻ വേണോ ആ കള്ളുകൂടിയോ വേണോ എന്ന് ഇവള് തന്നെ തീരുമാനിക്കട്ടെ. പറഞ്ഞേക്കാം. അവനാ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതിരിക്കട്ടെ, യമുന ലൈനിൽ കിട്ടിയോ? എന്തു പറഞ്ഞു? ഞാൻ കള്ളു കുടിച്ചെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല. വേറൊന്നും പറഞ്ഞില്ല? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല, വേറെന്തോ അവൾ പറഞ്ഞു. അതാണ് നീ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത്. ഞാൻ കള്ളു കുടിച്ചെന്ന് അവൾ വിശ്വസിച്ചിരിക്കുക. അവൾ നേരിട്ട് കണ്ടില്ലേ?
ഞാൻ വെളിവില്ലാതെ റോഡിൽ കിടക്കുന്നത്? അങ്ങനെയൊന്നും കരുതില്ല. എത്ര പറഞ്ഞിട്ട് അവളെന്നെ വിശ്വസിക്കുന്നില്ല. യമുന എന്നെ ഉപേക്ഷിക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിനെല്ലാം കാരണം മാധവനാണ്. അവനാണ് എന്നെ അവശനാക്കി റോഡിൽ കൊണ്ട് കിടത്തിയത്. അവനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഹീസ് എ ബ്ലഡി ഫ്രോഡ്. നിർത്ത്. നിന്നെ ഇത്രയും സംസാരിക്കാൻ വിട്ടത് തെറ്റായിപ്പോയി. മേജർ മാധവനെ കുറ്റപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പറയാൻ ഇനി ഇവിടെ വരരുത്. അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ടല്ല പേഴ്സണലായിട്ടും എനിക്കറിയാം. മിലിറ്ററിക്കാരെന്ന് വെച്ചാൽ അച്ചടക്കമുള്ളവരെന്ന് അർത്ഥം. മിലിറ്ററിക്കാരെല്ലാവരും ബോറന്മാരാണെന്ന് പറയാനല്ല ഞാനിവിടെ വന്നത്. മിസ്റ്റർ മാധവൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ ആസ് എ സീനിയർ ഓഫീസർ നിങ്ങൾക്ക് ചോദ്യം ചെയ്തൂടെ? ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് അയാൾ. ഒന്ന് അഡ്വൈസ് ചെയ്യാൻ പാടില്ലേ? മിസ്റ്റർ, തൽക്കാലം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. എന്നെ ഇവിടുന്ന് സാറിന് ഇറക്കി വിടാം. പക്ഷെ സത്യം എന്തെങ്കിലും പുറത്തു വരാതിരിക്കില്ല. സാർ കണ്ടോ, വൈകാതെ നിങ്ങൾക്ക് ബോധ്യപ്പെടും മാധവൻ എത്രമാത്രം വൃത്തികെട്ടവനാണെന്ന്. ഔട്ട്. ജീവ, മിലിറ്ററി ഓഫീസറിന്റെ അടുത്ത് ചേട്ടനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തത് മഹാമോശമായിപ്പോയി. സ്വന്തമായി എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? യുനോ, 12 വർഷത്തെ സർവീസ്. ചേട്ടൻ ജോയിൻ ചെയ്തത് കമ്മീഷൻ ഓഫീസറായിട്ടാ. ഇന്ന് മേജറാ. ഹി ഹാസൻ ഗോട്ട് എ സിംഗിൾ ബ്ലാക്ക് മാർക്ക് ഓൺ ഹിസ് റെക്കോർഡ്. ചേട്ടന്റെ ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഊമക്കത്ത് എഴുതുന്ന പോലെയായി. സാറിന് എന്നോട് ഇതിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറയാമായിരുന്നു. അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. എന്താ സാർ എന്നോടത്ത് ദേഷ്യമെന്ന് മനസ്സിലാവാത്തത്? ഒരുപക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നതും അടുത്തിടപഴകുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരിക്കും. അസൂയ, ഒരുതരം പൊസസീവ്നെസ്, നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള പേടി. സാറിന് എന്നോടുള്ള സംശയം മാറണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. യമുനെ, നീ ജീവിയോടൊപ്പം മദ്രാസിൽ വയ്ക്കോ. എത്ര കാലം എന്ന് വെച്ചാൽ നീ എൻ്റെ കുഞ്ഞിനെ നോക്കുക. എന്തെങ്കിലും ഒരിക്കൽ നീ സാറിനോട് പോകേണ്ടവളാണ്. പിന്നെ എന്തിനാ വൈകിക്കുന്നത്? ചേട്ടൻ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കല്ലേ, അതിനിടയിൽ അവിടെ എന്തെടുക്കുക? നീ എന്തിനാ ടെൻഷനാവുന്നത്? പോട്ടെ, സാരമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏത് കാര്യവും മനസ്സിൽ വെച്ച് വീർപ്പ് കൂട്ടിക്കുന്നതിനേക്കാൾ നല്ലത് തുറന്നു പറയുന്നതാണ്. പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കാം, പാകിസ്ഥാൻകാരനെ എന്നെ ഇഷ്ടമല്ലായിരിക്കാം, എന്തിന് നിങ്ങൾക്ക് പോലും എന്നെ ഇഷ്ടമല്ലായിരിക്കാം. അതൊന്നും വലിയ പ്രശ്നമേ അല്ല, ആസ് ലോങ് ആസ് യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നവരേക്കും. ബട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ, പാകിസ്ഥാൻകാരനെ എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ, എന്തിന് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ, എനിക്കും യമുനയ്ക്കും തമ്മിൽ നടക്കാനിരിക്കുന്ന കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ഈ ജീവ വെറുതെ ഇരിക്കില്ല. അതാണ് മാറ്റർ. സാറിനെ എനിക്ക് ഇഷ്ടമല്ലെന്നോ? വളരെ ഇഷ്ടമാണ് സാർ. അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ന് ആഘോഷിക്കേണ്ടത് തന്നെ. ഒന്ന് കറങ്ങാല്ലേ? ഇന്ന് ഹോളി കൂടെ അല്ലേ? ഹോളിയിലെ ഹോളി. ഡൽഹിയിൽ ഹോളി ഭയങ്കര വിശേഷമാണ്. കളർഫുള്ളാണ്, ബ്യൂട്ടിഫുൾ അല്ലേ? ഞങ്ങൾക്ക് ഇതുപോലുള്ള ദിവസങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് എന്താ സാർ, എപ്പോഴും എൻജോയ്മെൻ്റ് അല്ലേ? വെറുതെ കണ്ണുവയ്ക്കാതെ സാർ. കണ്ണുവയ്ക്കല്ല. എന്താ ജീവ, പട്ടിക്കുഞ്ഞിന് വലിയ ഇഷ്ടമാണോ? സ്പെഷ്യൽ ഡോഗ് ആണെന്ന് തോന്നുന്നു. സ്പെഷ്യൽ. യമുന നിങ്ങൾക്ക് ഒന്ന് ഗിഫ്റ്റാണോ? ഓഹോ, നിങ്ങൾ യമുനയ്ക്ക് തോന്നി. ഒന്ന് തരുമോ? വെറുതെ നോക്കാനാ. എന്താ സാർ, അവിടുന്ന് കാണാലോ സാറിന്. അല്ല, ഒന്ന് തൊട്ട് നോക്കാനാ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അയ്യോ, നല്ലപോലെ കണ്ടിട്ട് തന്നാ മതി. അയ്യോ, ഞാൻ നിൽക്കുന്ന കേട്ടില്ലേ? ഇവൻ കാരണം ഈ പട്ടികുഞ്ഞ് ചത്തുപോയത്. ഞാൻ കാരണോ? പോണം സാർ, അപ്പുറത്തെങ്ങനെ പോയി നിൽക്കണം. കണ്ണിച്ചോറയില്ല അതിനെ കൊന്നിട്ട്. എന്താ ചോദിച്ചത്? ഞാൻ എന്താ ചോദിച്ചത്? ഒന്ന് തൊട്ട് നോക്കിയിട്ട് തരാന്നല്ലേ പറഞ്ഞത്. മര്യാദയ്ക്ക് എൻ്റെ തന്നിരുന്നെങ്കിൽ ഈ നായ ഇപ്പം ചാവുമായിരുന്നോ? മേക്കെ പാകൽ തിരിയോ? എൻ്റെ കൈ നായ തരില്ലെന്ന് വാശി പിടിച്ച് അത് കയ്യിൽ നിന്ന് താഴെ വീണ് അത് വണ്ടി അടിപ്പെട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത്രയ്ക്ക് അസൂയ. അതിനെ കൊലക്ക് കൊടുത്താലും വേണ്ടില്ല, എൻ്റെ കയ്യിൽ തരില്ലത്രേ. ഞാനതിനെ നിങ്ങളുടെ കൈ തന്നില്ലേ? എപ്പോ? എപ്പോഴാണ്? വേണ്ട, എന്റെ ദേ തൊടരുത്. നിന്റെ കള്ളങ്ങൾ എന്നോട് വേണ്ട. കുറെ നാളായിട്ട് ഞാൻ ക്ഷമിക്കുന്നു. നീ അല്ല പട്ടി റോഡിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് എന്റെ തലയെ കെട്ടി വെക്കുന്നോ? നിന്റെ അഭിനയം നീ ജീവയോട് കാണിക്കണ്ട. അങ്ങോട്ട് യമുന, നീ ഇവനെ വിശ്വസിക്കുന്നത് പക്ക ഫ്രോഡാണ്. പോ, പോടാ. നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല. ഏയ് പോ, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. പ്ലീസ് വേണ്ട ചേട്ടാ, അത് താഴെ ഇടും പ്ലീസ്.
ഒന്നും ചെയ്യരുത് ചേട്ടാ, എനിക്ക് വേണ്ടി പ്ലീസ്, ഐ ബെഗ് യു ചേട്ടാ, ദൈവത്തെ ഓർത്ത് വിട്ടേക്കും. ഞാൻ എത്ര അപേക്ഷിച്ചു ചേട്ടനെ അടിക്കരുതെന്ന്, കേട്ടില്ല. ചേട്ടനെ കണ്ടോ, ഞാൻ വേണ്ട ചേട്ടാന്ന് പറഞ്ഞ ഉടനെ അത് താഴെ ഇട്ടിട്ട് പോയി പാവം. ആരാ ഞാൻ പറഞ്ഞ ഉടനെ അനുസരിച്ചത്? ആർക്കാണ് എന്നോട് കൂടുതൽ ഇഷ്ടമെന്ന് ഇപ്പൊ വളരെ വ്യക്തമായി ജീവ. നിങ്ങളെക്കാൾ ചേട്ടൻ 1000 മടങ്ങ് ഭേദമാ.